നമസ്കാരം. കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 7-ാം തീയതി രാവിലെയാണ് ഞാൻ ഷൂട്ട് ചെയ്യണത്. അതുകൊണ്ട് ഉച്ചപൂജയുടെ കളഭാലങ്കാരം എന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ ഒരു സത്സംഗത്തിലേക്ക് സത്സംഗ കൃഷ്ണനായിട്ട് പൊന്നോടൊക്കെ ഊതി നിൽക്കുന്ന കുഞ്ഞുണ്ണി കൃഷ്ണനെയാണ് കൊണ്ടുവരുന്നത്. ഒടക്കുകളിൽ ഊതി നിൽക്കുന്ന കുഞ്ഞുണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. കുറേ പേരായി ചോദിക്കുന്നു, സവിത എന്താ പഴയ പോലെ ചോദ്യങ്ങൾ ചോദിക്കാത്തത്, പ്രേക്ഷകരോട് ചോദ്യം ചോദിക്കാത്തത് എന്ന്. ഇന്ന് മുതൽ വീണ്ടും പ്രേക്ഷകരോട് ചോദ്യം ചോദിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്നത്തെ ചോദ്യത്തിനായി കാത്തിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. അഗ്രിമ ഏജൻസീസ് എന്നാണ് കാണുന്നത്. പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ചേച്ചി, ഇന്നലെ ഞാൻ പൂജിച്ചുകൊണ്ടിരുന്ന കണ്ണൻ്റെ വിഗ്രഹം പൊട്ടിപ്പോയി. മോൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ പറ്റിപ്പോയതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എപ്പോഴും സംസാരിക്കുകയും വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുകയും ചെയ്യുന്ന കണ്ണനായിരുന്നു. എന്തെങ്കിലും ദോഷമുണ്ടോ പൊട്ടിപ്പോയതുകൊണ്ട് എന്നാണ് ചോദ്യം കേട്ടോ. ഇതിനു മുമ്പൊരിക്കൽ കൃഷ്ണവിഗ്രഹത്തിന് പൊട്ടൽ സംഭവിച്ചാൽ ജലത്തിലൊഴുക്കി കളയുന്നതിന് പകരം റിപ്പയർ ചെയ്തെടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പറയുന്ന നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഉണ്ണികൃഷ്ണനാവുമ്പോൾ വിട്ടുകളയാൻ നമുക്ക് ആർക്കും മനസ്സ് വരില്ല അല്ലേ. ചെറിയ പൊട്ടലൊക്കെ ആണെങ്കിൽ നിങ്ങളത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. അനേകം മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെയുള്ള കമൻറ്റ്. കാരണം നമ്മുടെ കുഞ്ഞിന് കയ്യോ കാലോ ഒക്കെ ഒടിയുകയാണെങ്കിൽ നമ്മൾ അവരെ കൊണ്ടുപോയി ഒഴുക്കി കളയല്ലോ ചെയ്യുക, അതുപോലെ വേണ്ടേ കണക്കാക്കാൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഒരാശയങ്ങളും അതുമായിട്ട് ചേർന്ന് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്നാൽ ഇവിടെ ഉടഞ്ഞു പോയി എന്നാണ് പറയണത്. റീപ്ലേസ് ചെയ്യാൻ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വരും എന്ന രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ ദോഷം കൊണ്ട് പൊട്ടി എന്നൊന്നും വിചാരിക്കാനില്ല കേട്ടോ. കാരണം നമ്മളെല്ലാം പുരി ജഗന്നാഥ ക്ഷേത്രത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒറീസയിലുള്ള പുരി ജഗന്നാഥ ക്ഷേത്രത്തിനെ കുറിച്ച് അനേകം നമ്മളിപ്പോൾ റീസെൻ്റ്ലി റീൽസും അതൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം കുറേ ആളുകൾക്ക് അറിയുന്നുണ്ടാവും. എന്നാലും അവിടെ അനേകം പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ്. ഇന്നും കൃഷ്ണ ചൈതന്യം വളരെയധികം നിലനിൽക്കുന്നു എന്ന് ഭക്തർ വിശ്വസിക്കുന്ന ക്ഷേത്രമാണ്. ബലരാമൻ്റെയും സുഭദ്രയുടെയും ശ്രീകൃഷ്ണൻ്റെയും വിഗ്രഹങ്ങളാണ് അവിടെ വെച്ച് ആരാധിക്കപ്പെടുന്നത്. അവിടെ ഒരുപാട് പ്രത്യേകതകൾ പറയുന്നതിൽ ഒരു പ്രത്യേകത പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ആ ക്ഷേത്രത്തിൻ്റെ നിഴല് പതിക്കില്ല താഴെ എന്നുള്ളത്. രണ്ടാമത് അവിടെ വെച്ചുണ്ടാക്കുന്ന നിവേദ്യങ്ങൾ മുകളിലേക്ക് തട്ടായിട്ട് വെച്ചിട്ടാണ് നിവേദ്യങ്ങൾ പാചകം ചെയ്യുക എന്നും അതിലെ ഏറ്റവും ആദ്യത്തെ പാത്രത്തിലെ നിവേദ്യമാണ് പാകമായി വരിക എന്നും അവിടെ ഉണ്ടാക്കുന്ന പ്രസാദങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തികയുമെന്നും അധികം ആവില്ല കുറയൂല്ല, അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് എന്നും പറയാറുണ്ട്. ഇതേമാതിരി തന്നെ അവിടുത്തെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ആ ഒരു കൊടി ഉണ്ട്. ആ കൊടി ക്ഷേത്രത്തിന് മുകളിൽ പറക്കുന്നത് കാറ്റിൻ്റെ എതിർദിശയിലാണ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ അനേകം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ ആചാര്യന്മാർ അനുസ്മരിക്കാറുള്ളത് മരത്തടി കൊണ്ടുണ്ടാക്കിയ വിഗ്രഹമാണ് അവിടെ ഉള്ളത്, കൃഷ്ണൻ്റെ വിഗ്രഹമാണ് അവിടെ ഉള്ളത് എന്നും ഈ കൃഷ്ണ വിഗ്രഹത്തിൽ ഭഗവാന്റെ ഹൃദയത്തുടിപ്പ് ഇപ്പോഴും കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഭഗവാന്റെ ഹൃദയത്തുടിപ്പുള്ള ആ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം ഓരോ 12 വർഷം കഴിയും തോറും മാറ്റാറുണ്ട് അത്രേ. ഓരോ 12 വർഷം കഴിയുമ്പോഴും ഈ മരത്തടിയിൽ തീർത്ത വിഗ്രഹമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറയും എന്നുള്ളത് കൊണ്ട് തന്നെ 12 വർഷത്തിലൊരിക്കൽ ആ വിഗ്രഹം മാറ്റി അടുത്ത ആ വിഗ്രഹത്തിലേക്ക് ചൈതന്യം മാറ്റാറുണ്ട്. ആ സമയത്ത് അത് ഇന്നും വലിയൊരു ചടങ്ങായി നടക്കുന്നതാണ് കേട്ടോ പുരി ജഗന്നാഥിൽ. അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ ആർക്കും പ്രവേശനം ഉണ്ടാവില്ല, ആരും കാണാൻ പാടില്ല എന്നുണ്ട്. പുരോഹിതർ പോലും കണ്ണ് കെട്ടിയിട്ടാണ് അത്രേ ആ കൃഷ്ണ ഹൃദയം ഒരു വിഗ്രഹത്തിൽ നിന്ന് എടുത്ത് അടുത്ത വിഗ്രഹത്തിലേക്ക് സ്ഥാപിക്കാറുള്ളത്. നമ്മൾ സാധാരണക്കാർക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല ഭഗവാന്റെ ആ ഒരു അതായത് ആ ഒരു ഹൃദയം നമുക്ക് കണ്ടാൽ നമ്മുടെ കണ്ണടിച്ചു പോകുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ആരും കാണാൻ ശ്രമിക്കാറില്ല എന്നും ഹൈലി സെക്യൂരിറ്റിയോട് കൂടിയിട്ടാണ് ആ ഒരു ചടങ്ങ് അവിടെ നടക്കാറുള്ളത്.
അപ്പോൾ ഇത്രയധികം ദൈവചൈതന്യം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ ഒരു വിഗ്രഹം മാറ്റുന്നു അല്ലെങ്കിൽ മാറ്റപ്പെടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ ഗൃഹങ്ങളിൽ വെച്ച് ആരാധിക്കുന്ന കൃഷ്ണ വിഗ്രഹങ്ങൾ മാറ്റിയാലും ആ ദൈവചൈതന്യം അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉടൻ തന്നെ മറ്റൊരു കൃഷ്ണ വിഗ്രഹം വയ്ക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ ഉടഞ്ഞുപോയ വിഗ്രഹത്തിലെ എല്ലാ ചൈതന്യവും ഈ ഒരു പുതിയ വിഗ്രഹത്തിലേക്ക് വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിക്കുക. എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അതേമാതിരി ആ വിഗ്രഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞതാണ് എന്ന് മാത്രം വിചാരിക്കുക. ദോഷം കൊണ്ടാണോ, മകനെ കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കുക. അവൻ പൂജിക്കാൻ എന്നുള്ള രീതിയിൽ എടുത്തപ്പോൾ ഉടഞ്ഞതല്ലേ, അതിനൊട്ടും വിഷമം വിചാരിക്കാതിരിക്കുക. ഏതെങ്കിലും ദുസ്സൂചനയാണോ എന്ന് വിചാരിക്കാതിരിക്കുക. അങ്ങനെ ഒന്നുമില്ല. ആ ഒരു വിഗ്രഹം മാറ്റി മറ്റൊരു വിഗ്രഹം വെക്കാനുള്ള സമയമായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് മാത്രം വിചാരിച്ച് പുതിയ വിഗ്രഹം എത്രയും പെട്ടെന്ന് വെച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് സവിത, എൻ്റെ ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാമോ? സവിതയുടെ മകളുടെ ആരോഗ്യത്തിന് വേണ്ടി സവിത ചെയ്ത കാര്യങ്ങൾ പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ അമ്മേനെയും എൻ്റെ കുട്ടിയെയും ജീവനോടെ തിരിച്ചു തന്നത് എൻ്റെ ഗുരുവായൂരപ്പൻ തന്നെയാണെന്നും. അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, എൻ്റെ അമ്മയുടെ സമയത്ത് ഞാൻ ചെയ്തിരുന്ന നാരായണീയം വായിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നാരായണീയം 7 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സർജറി ആയിരുന്നു അമ്മയ്ക്ക്. സെറിബ്രൽ ഹാമറേജ് വന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അമൃത ഹോസ്പിറ്റലിലായിരുന്നു. ഈ 7 മണിക്കൂർ നേരവും ഞാൻ നാരായണീയം വായിക്കായിരുന്നു. അന്ന് നാരായണീയത്തിൽ ഞാൻ അത്ര ഫ്ലുവൻ്റ് ഒന്നുമല്ല. അപ്പോൾ 7 മണിക്കൂർ കൊണ്ട് പോലും എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 1ാമത്തെ ദശകം തുടങ്ങി 80 ദശകം വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ നിന്നാണ് നാരായണീയം എനിക്കൊരു 4.5 മണിക്കൂർ കൊണ്ട് വായിക്കാറായത്. കാരണം ഞാൻ 1 മുതൽ 100 ദശകം വരെ വായിക്കും. അതിനുശേഷം വീണ്ടും 1 മുതൽ അന്നത്തെ ദിവസം എവിടം വരെ എത്തും അവിടം വരെ വായിക്കും. വീണ്ടും അങ്ങനെ അമ്മയുടെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് ഞാനാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അമ്മ ICUവിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈസ്റ്റാൻഡർക്ക് അവിടെ വലിയ റോളൊന്നുമില്ല. ഒരു റൂമുണ്ട് ബൈസ്റ്റാൻഡേഴ്സിന് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള ഒരു റൂം. ആ റൂമിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക. അവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചെന്ന് മരുന്നുകളോ ആവശ്യങ്ങളോ നടത്തി തിരിച്ച് ഈ റൂമിൽ തന്നെ വന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെയായിരുന്നു അമൃതയിലെ അന്നത്തെ സിസ്റ്റം. എനിക്കറിയില്ല ഇപ്പം എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അമ്മ ICUവിലായതുകൊണ്ട് എനിക്ക് അടുത്ത് നിൽക്കേണ്ട ഒരു ഓപ്ഷനും ഇല്ല. ഞാൻ ആ സമയത്ത് ആകെ പാനിക്കായ ഒരു അവസ്ഥയായിരുന്നു. 22 വയസ്സായിരുന്നു എനിക്ക് അന്ന് പ്രായം. ഈ 22കാരിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. എന്താ ചെയ്യണ്ടേ, ആരോടെ സങ്കടം പറയണ്ടേ, ഒന്നും അറിയില്ല. ബാക്കി എല്ലാവരും വീട്ടിൽ ഒരാളെ മാത്രമല്ലേ നിർത്തുള്ളൂ. അനേകം പേര് ഫോൺ വിളിക്കും നമ്മളെ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അന്നത്തെ ഡോക്ടേഴ്സിൻ്റെ റിവ്യൂ പറയും. പിന്നെ തിരിച്ചു വരുമോ തിരിച്ചു വരില്ലേ ഇതൊന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. എന്തായാലും തിരിച്ചു വരാൻ സാധ്യതയില്ലെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ എൻ്റെ അമ്മയെ ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെയെന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്കുണ്ട്. അധികം പ്രായമായിട്ടില്ല, 62 വയസ്സായിട്ടുള്ളൂ. പക്ഷെ എന്നാൽ പോലും അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അച്ഛൻ പോയതിന് ശേഷമാണ് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ വന്നത്. എന്നാലും അമ്മയെ ഇത്രയും കാലം അവിടെ നിന്ന് ഇങ്ങോട്ട് 16 വർഷത്തോളം അല്ലെങ്കിൽ 18 വർഷത്തോളം അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യ കാരുണ്യം കൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ നാരായണീയം കൊണ്ട് ഉപാസന ചെയ്യുകയാണ് ചെയ്തത്. ഇനി എൻ്റെ മകൾക്ക് വയ്യാതെ വന്നപ്പോൾ ന്യൂമോണിയ, ചെസ്റ്റ് ഇൻഫെക്ഷൻ തുടങ്ങിയ അതും ഒരു ഇത്തിരി പീക്ക് സ്റ്റേജിലായിരുന്നു. ഫിക്സ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ മോള് മീര 40 ദിവസം പ്രായമായ മകളായിരുന്നു. അവൾക്ക് ആ സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം അന്ന് കുട്ടിക്ക് വന്ന ന്യൂമോണിയയ്ക്ക് പല ആളുകളും പറഞ്ഞത് പാല് തിരപ്പിൽ പോയി കുട്ടി മരിക്കാറായി എന്നായിരുന്നു. അല്ല, അവള് പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുണ്ട്, കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട്. അപ്പം അതല്ല അതിൻ്റെ പ്രശ്നമായിരുന്നു. കഫക്കെട്ട് കൂടിയിട്ട് പിന്നെ ഫിക്സ് പോലെ അത് അറിയാതെ സംഭവിക്കുകയും ചെയ്തു. അതായത് ചെറിയ കുട്ടികളായ കാരണം കൈ ഇങ്ങനെ മുറുക്കി പിടിക്കാൻ മാത്രമല്ലേ ചെയ്യുള്ളൂ. അത് അപസ്മാരമായി മാറുന്നത് നമുക്ക് അറിയാൻ പറ്റുകയുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ലേറ്റായിട്ടും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. എന്തായാലും അന്ന് ഞാൻ നാരായണീയം കൊണ്ട് ഉപാസന ചെയ്യാൻ പറ്റിയ സമയമല്ല. കാരണം പ്രസവിച്ച് 40 ദിവസം മാത്രമാണ് എനിക്കായിട്ടുള്ളത്. അപ്പോൾ ശരീരം ശുദ്ധമല്ലാത്ത ഒരു സ്ത്രീക്ക് നാരായണീയം കൊണ്ട് ഉപാസന ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് നാരായണ നാമമായിരുന്നു ആശ്രയം. അപ്പോൾ രാവും പകലും നാരായണ 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 എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഞാൻ.
അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ പൂർണ്ണാരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇതിലേത് വേണം എന്നുള്ളതൊക്കെ ഭക്തൻ്റെ ഇഷ്ടമാണ് കേട്ടോ. ഏത് മാർഗം എന്നില്ല, ശ്രീ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാർഗം സ്വീകരിക്കാവുന്നതാണ് കേട്ടോ. നോക്കൂ, സുദാമാവ് എങ്ങനെയാണോ ഭഗവാനെ ആശ്രയിച്ചത്, അതുപോലെയല്ല അർജുനൻ ഭഗവാനെ ആശ്രയിച്ചത്. അതേമാതിരി ആയിരുന്നില്ല ഗോപികമാർ ആരും ഭഗവാനെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ആളുകളും ഓരോ രീതിയിലാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. സവിത എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടം, എന്താണ് ചെയ്യാൻ പറ്റുക, അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അത് ആലോചിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി എൻ്റെ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗജേന്ദ്രമോക്ഷം കഥ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഗജേന്ദ്രമോക്ഷത്തിലെ ആനയുടെ പൂർവ്വജന്മത്തിനെ കുറിച്ച് പറയൂ. ആരായിരുന്നു ആനയായിട്ട് ജനിച്ചത്, എന്തുകൊണ്ടാണ്, ഏത് മഹർഷിയുടെ ശാപം കൊണ്ടാണ് അങ്ങനെ ജനിക്കാൻ ഇടയായത്, മുതലായി വന്നത് ആരാണ്? ഈ 3 ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. മറക്കാതെ പറഞ്ഞോളൂ. അറിയുന്നവർ പറയൂ, അറിയാത്തവർ കാത്തിരിക്കൂ, അടുത്ത വീഡിയോയിലൂടെ പറയാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, മൈഥിലി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം സവിത, ഒരു സംശയം ചോദിക്കുകയാണ്, മറുപടി തരണേ. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വെറ്റിലയും അടക്കയും ഭഗവാന് ഷീട്ടാക്കാം എന്ന് മുൻ മേൽശാന്തി ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടിരുന്നു. വിവാഹം നടക്കാനാണ് എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഷീട്ടാക്കാൻ പറ്റുമോ? 17-ാം തീയതി വരുന്നുണ്ട്, മറുപടി പറയുമോ എന്നാണ്. ഞാൻ ഇന്ന് വരെ എൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിരുന്നത് വിവാഹാദി മംഗളകാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് വെറ്റിലയും അടക്കയും നിവേദിക്കാറുള്ളത് എന്നാണ്. എന്നാൽ മുൻ മേൽശാന്തി ഇങ്ങനെ പറഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വെറ്റിലയടക്കയും ചീട്ടാക്കാൻ സാധിക്കും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കണം. കാരണം അദ്ദേഹം ആരാണ്? 6 മാസ കാലയളവിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ആ ദിവ്യ വിഗ്രഹത്തിൻ്റെ പാദം തൊടാൻ സാധിച്ച, അതല്ലെങ്കിൽ അദ്ദേഹത്തിനെ യശോദമ്മ ഒരുക്കുന്നത് പോലെ എന്താ പറയുക, കുളിപ്പിച്ച് ഒരുക്കി ഭക്ഷണം നൽകിയിരുന്ന ആളാണ് മുൻമേൽശാന്തിമാർ ആരോ ആയിക്കോട്ടെ. അപ്പം അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു വെച്ചാൽ പിന്നൊരു സംശയ നിവാരണത്തിൻ്റെ ആവശ്യമേ ഇല്ല. ബാക്കി എല്ലാവരും പറയുന്നത് അതിൽ താഴെയേ വരുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും സ്വീകരിക്കൂ കേട്ടോ. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വെറ്റിലടക്കി ഷീട്ടാക്കിക്കോളൂ, അതിലൊരു തെറ്റുമില്ല കേട്ടോ. അടുത്തതായിട്ട് സരിത ചേച്ചി, ഞാൻ ഈ അടുത്താണ് ചേച്ചിയുടെ വീഡിയോ കാണാൻ തുടങ്ങിയത്. ശരിക്കും നല്ല അവതരണമാണ്. ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ. എൻ്റെ ഭർത്താവിന് ബിസിനസ്സാണ്. ഈ അടുത്ത കാലത്ത് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം കൊണ്ട് ബിസിനസ് വിപുലീകരിക്കാൻ പറ്റി. പക്ഷെ പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഞാനും ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ പൈസ കയ്യിൽ നിൽക്കുന്നില്ല. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരാമോ എന്നാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വ്യാവസായിക പുരോഗതിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധവധം കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കാറുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് വിവിധവധം കൃഷ്ണനാട്ടം കളി എന്നാൽ അതിലാണ് കുചേലവൃത്തം കഥ വരാറുള്ളത്. ദാരിദ്ര്യ ദുഃഖ ശമനത്തിന് എന്ന് പറഞ്ഞിട്ടും വിവിധവധ കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കാറുണ്ട്. ഒപ്പം തന്നെ ബിസിനസ്സിലുള്ള പുരോഗതി, വ്യാവസായിക പുരോഗതി എന്തിനൊക്കെ ആയിട്ട് ഈ ഒരു വിവിധവധം കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കാറുണ്ട്. ഇത് ഒരു ഓപ്ഷനാണ്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ബിസിനസ്സുകാരല്ലേ, നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു തുക ഭഗവാന് വേണ്ടി എല്ലാ മാസവും മാറ്റിവെക്കും എന്നൊരു ശപഥം എടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. ഞാനിത് പറയുന്ന സമയത്ത് പല ആളുകളും എതിർത്ത് സംസാരിക്കാൻ സാധ്യതയുണ്ട്. ദേവസ്വത്തിന് മുക്കാനല്ലേ പണം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിലും ഒരു അഭിപ്രായവും പറയാത്ത ആളാണ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് എന്നല്ല, ഏത് ക്ഷേത്രത്തിലേക്കാണെങ്കിലും നമ്മൾ 1 രൂപ സംഭാവനയായിട്ട് നൽകുന്നുണ്ടെങ്കിൽ അനേകം നല്ല കാര്യങ്ങൾ നടക്കുന്നതിലേക്ക് എൻ്റെ വകയും കൂടി എന്ന് പറഞ്ഞിട്ടായിരിക്കണം ആ തുക നമ്മൾ സമർപ്പിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ എല്ലാ ദിവസവും സഹസ്രനാമം നടക്കാറുണ്ട്, എല്ലാ ദിവസവും വേദപാരായണം നടക്കാറുണ്ട്, ഭാഗവത പാരായണം നടക്കാറുണ്ട്, നാരായണീയ പാരായണം നടക്കാറുണ്ട്, അനേകം പൂജകൾ നടക്കാറുണ്ട്, അനേകം പ്രസാദ നിവേദ്യങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നല്ല കാര്യത്തിലേക്ക് ഒരു തുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ അങ്ങനെ അനേകം പേര് ചെയ്യുന്നവരുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ഭക്ത എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ക്യാഷ് കൗണ്ടറിലാണ് ജോലി ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ക്യാഷ് ടാലി ആവുന്നില്ല. അപ്പോൾ ക്യാഷ് ടാലി ആവുന്നില്ല, എന്താ ചെയ്യേണ്ടത്? ഒരു 16,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. 16,000 രൂപയുടെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. വലിയ തുകയാണ് 16,000 രൂപ അല്ലേ? ഈ 16,000 രൂപയുടെ ഡിഫറൻസ് ഞാൻ എന്ത് ചെയ്താലാണ് ശരിയാവുമെന്ന് അറിയില്ല. എനിക്കൊന്ന് പറഞ്ഞു തരൂ, ഞാൻ ഗുരുവായൂരപ്പന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്?
ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് തോന്നിയ ആൻസർ എന്താണെന്നറിയോ? 1600 രൂപ, 16,000ൻ്റെ ഇത്ര പെർസെൻറ്റേജ്, 1600 രൂപ ഗുരുവായൂരപ്പന് സമർപ്പിക്കൂ എന്ന് പറയാനാണ്. 10% ഗുരുവായൂരപ്പന് സമർപ്പിക്കൂ എന്ന് പറയാനാണ്. അപ്പോൾ 1600 രൂപയും കൂടി എൻ്റെ പോവില്ലേന്ന് ആ ഭക്ത തിരിച്ചെന്നോട് ചോദിച്ചിട്ടില്ല. അവർ പറഞ്ഞു, ഉടനെ പറഞ്ഞത് യെസ് എന്നാണ്. ആ യെസ് എന്ന് പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും കോൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്യാഷ് ടാലിയായിട്ടോ. ഒരുപാട് നേരമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ടാലിയായി. ഈ 1600 രൂപ ഞാൻ ഇനി വരുന്ന സമയത്ത് ഗുരുവായൂരപ്പന് കൊണ്ടുപോയി സമർപ്പിക്കുന്നതാണ് എന്ന്. അപ്പോൾ അതിനൊക്കെ പ്രാധാന്യം ഉണ്ടെന്നേ. എല്ലാത്തിനും നമ്മൾ ഗുരുവായൂരപ്പനെ കൂട്ടുപിടിക്കുക, അതാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. യോഗേശ്വരനാണ് കൃഷ്ണൻ. അദ്ദേഹത്തിനെ കൊണ്ട് സാധ്യമല്ലാത്തതൊന്നും തന്നെ ഇല്ല. ഇഹത്തിലും പരത്തിലും എല്ലാം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു എന്താ പുരുകക്കൊടിയുടെ ചലനം കൊണ്ടാണ് ഈ ഒരു എല്ലാ 17-14 ലോകങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത്ര വലിയ മഹാപ്രഭുവിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഓരോ ആളുകൾക്കും വളരെ സിമ്പിളായിട്ട് നമ്മുടെ ജീവിതം വളരെ മനോഹരമാക്കി തീർക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു തുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാട്ടോ, ഞാൻ ഇന്നതെന്നൊന്നും പറയുന്നില്ല, ഒരു തുക എല്ലാ മാസവും മാറ്റിവെക്കുക, ഗുരുവായൂരപ്പനെ വന്ന് കണ്ട് തൊഴുത് ആ തുക ഭഗവാനെ സമർപ്പിക്കുക. ഇനി ആ തുക എങ്ങനെ സമർപ്പിക്കണം അത് നിങ്ങളുടെ ഇഷ്ടമാണ്. തുകയായിട്ട് വന്ന് കൊണ്ടുവന്നിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് അത്യുത്തമമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തതായിട്ട് രാധിക എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, മറ്റുള്ളവരുടെ കണ്ണ് പറ്റിയാൽ എന്താണ് പരിഹാരം? പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണ് പറ്റാതിരിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക? ഗുരുവായൂരപ്പനെ എന്ത് നാമം ചൊല്ലുക കണ്ണ് പറ്റാതിരിക്കാൻ എന്നാണ്. ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ആൻസറാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ നാരായണ കവചം മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. നാരായണ കവചം ചൊല്ലുമ്പോൾ നമുക്ക് ചുറ്റും ഒരു കവചം, ഒരു പ്രൊട്ടക്ഷൻ വലയം തീർക്കപ്പെടുന്നതായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ചുകൊണ്ട് ചൊല്ലി നോക്കൂ. തീർച്ചയായിട്ടും ഒരു നാരായണൻ്റെ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടായിരിക്കും. എല്ലാ തരത്തിലുള്ള വിജയങ്ങൾക്കും വേണ്ടിയിട്ടാണ് നാരായണ കവചം ചൊല്ലാറുള്ളത് കേട്ടോ. ഈ കണ്ണീർ ദോഷം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ മറ്റുള്ള ആൾക്കാർക്ക് നമ്മളുടെ വിജയത്തിൽ ഉണ്ടാകുന്ന അസൂയയിൽ നിന്നും വരുന്നതാണ് ഈ കണ്ണീർ ദോഷം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കണ്ണീർ ദോഷം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിജയം ഇല്ലാതാവാനും അതുപോലെ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനോ അല്ലെങ്കിൽ അത് നിന്ന് പോകാനോ, നമ്മളുടെ ആ ഒരു സൗഭാഗ്യങ്ങൾ നിന്ന് പോകാനോ ഒക്കെ ഇടവരാറുണ്ട് ചില ആളുകളുടെ ആ ദുഷിച്ച നോട്ടം കൊണ്ട്, അല്ലേ? ഇതൊക്കെ മാറാൻ നാരായണ കവചം അത്യുത്തമമാണ്. ഒപ്പം ഭഗവതിക്ക്, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതാ പ്രതിഷ്ഠയായ എടത്തരികത്തുകാവിൽ അമ്മയ്ക്ക് ഒരു അഴൽ നിവേദ്യം ഷീട്ടാക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. 40 രൂപയാണ് അഴൽ നിവേദ്യം ഷീട്ടാക്കാനായിട്ട് വേണ്ടത്. എല്ലാ ദിവസവും ഗുരുവായൂരപ്പൻ്റെ അത്താഴ പൂജയും തൃപ്പുകയും ഒക്കെ കഴിഞ്ഞ് നടയടച്ചതിന് ശേഷമാണ് ഭഗവതി അമ്മയ്ക്ക് അഴൽ നിവേദ്യം നടത്താറുള്ളത്. അപ്പോൾ കണ്ടു തൊഴാൻ സാധിച്ചാൽ അതും ഉത്തമമാണ്. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും കുഞ്ഞു കഥകളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.